കൂട്ടുകാരെ, ഇച്ചായന്റെ ചിപ്പൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെളിച്ചെണ്ണപ്പം അല്ലെങ്കിൽ ശർക്കരയപ്പം എന്ന് പറയുന്ന റെസിപ്പിയാണ്. ഇത് നമ്മൾ ചായക്കടകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതേ രീതിയിൽ നമുക്ക് വീടുകളിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്കൊന്ന് കിടന്നാലോ. അതിനായിട്ട് ഞാൻ പച്ചരി 3 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ തലേ ദിവസം രാത്രി നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ച് വെള്ളത്തിലിട്ട് വെച്ചു. പിറ്റേ ദിവസം ഞാൻ കുതിർത്തെടുത്തതാണ്. അത് കഴിഞ്ഞ് ഞാൻ ശർക്കര 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ നന്നായിട്ട് ഇടിച്ച് പൊടിച്ചിട്ടുണ്ട്. ഇനി അത് ഒരു കപ്പായിട്ട് അളന്നിട്ട് എടുക്കാനായിട്ട് ഒരു കപ്പായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. അതിലേക്ക് ഒരു ചീഞ്ചട്ടി വെക്കാം. ഇനി ഒരു കപ്പ് അളവില് നമ്മൾ ശർക്കര അതിലേക്ക് ഇട്ട് കൊടുക്കാണ്. അതിനുശേഷം ഞാൻ അര കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു നന്നായിട്ട് ഇളക്കാണ്. നമ്മൾ ഇടയ്ക്ക് ഇളക്കണത് നല്ലതാ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. നൂൽ പരുവത്തിലൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ പത വന്നു കഴിഞ്ഞ് നന്നായിട്ട് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റവ് ഓഫ് ആക്കാം. ഈ ശർക്കര പാനീയം ഞാൻ അരിച്ചെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ അരിപ്പയും ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുത്തതിന് ശേഷം അരിച്ചെടുക്കാം. അല്ലെങ്കിൽ അതിൽ നൂലോ എന്തെങ്കിലും കരടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ അരിച്ചെടുത്ത് കഴിഞ്ഞ് ഇനി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. ഇനി ഒരു മിക്സി എടുക്കുക. മിക്സിയിൽ അതിൽ നമുക്ക് പച്ചരി, 5 ഏലക്ക, അതുപോലെ തന്നെ മൈദ 2 ടീസ്പൂണ്, ഇനി ശർക്കര പാനീയം അതിലേക്ക് ഒഴിക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഉപ്പ് ഇടണം. അപ്പൊ 1/2 സ്പൂണോളം ഉപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി ശർക്കര പാനീയം ഒഴിക്കുക. 2 കപ്പോളം ശർക്കര പാനീയം ഞാൻ ഒഴിക്കുന്നുണ്ട്. 1 കപ്പ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. കുറച്ച് അടിച്ചെടുത്താൽ മതി. അപ്പൊ അതില് തരി തരി പോലെ കിട്ടും. അത് ആണ് ഇതിന്റെ പാകം. ഇനി 4 മണിക്കൂർ സമയത്തേക്ക് നമ്മൾ ഇതേപോലെ ഫിറ്റ് ആയിട്ട് മൂടി വെച്ച് മാറ്റി വെക്കാം. 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ കിട്ടും. നമ്മളിപ്പം ദോശക്ക് കിടക്കില്ലേ, ആ മാവിന്റെ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടുക. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് അതിലേക്ക് ചീഞ്ചട്ടി വെക്കാം. അതിലേക്ക് നെയ്യോ ബട്ടറോ 1 സ്പൂൺ ഇടാം. തീ കൂട്ടിയിടാൻ പാടില്ല. തീ പരമാവധി കുറച്ചിടണം. ഇനി അതിലേക്ക് എള്ളിട്ട് കൊടുക്കാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അതങ്ങനെ തന്നെ ആ മാവിലേക്ക് ഇടാം. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും സ്റ്റെപ്പാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് നമ്മൾ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിനായിട്ട് ചീഞ്ചട്ടിയിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആ മാവിട്ട് കൊടുക്കാം. ഇതുപോലത്തെ കുഴിയുള്ള സ്പൂണിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പൊ അത് തനിയെ പൊന്തി വരും. അത് സെറ്റായി കഴിഞ്ഞു എന്നതിന്റെ റിസൾട്ടാണത്. ഇനി നമുക്ക് ഇത് തിരിച്ചിടാം. ഇപ്പൊ തിരിച്ചിടുമ്പോൾ ഇതേ ഷേപ്പിൽ വരും. സൈഡൊക്കെ മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ടായിരുന്നു നമുക്ക് കിട്ടാം. ഇപ്പൊ നമ്മുടെ വെളിച്ചെണ്ണപ്പം അഥവാ ശർക്കരപ്പം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇതുപോലത്തെ നല്ല റെസിപ്പിക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇതുപോലത്തെ നല്ല റെസിപ്പീസുമായി ഇച്ചായന്റെ ചിപ്പൂസം മറ്റൊരു ദിവസം വരുന്നതാണ്. ബൈ.